ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നിലവിൽ നമ്മൾ 2023 CGL ചോദ്യങ്ങളെയാണ് എടുക്കുന്നത്. വരാനിരിക്കുന്ന 2024 അതുപോലെ 2025 പരീക്ഷകൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. CGL എന്ന് മാത്രമല്ല, മറ്റൊരുപാട് പരീക്ഷകളിൽ ഇത് പ്രയോജനം ചെയ്യും. അപ്പോൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഏത് ചോദ്യം ആണ് ഏത് ടോപ്പിക്കിൽ നിന്നാണെന്ന് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കി മുമ്പോട്ടേക്ക് പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം നോക്കേ. ഈ ചോദ്യം വന്നിരിക്കുന്നത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ ആണോ? പേഴ്സൻറ്റേജിനകത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻസ് ആണ് ഈ ഒരു ചോദ്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കേ. ഇവിടെ അവർ പറയുന്നത് എ എന്ന് പറയുന്നത് 95% ഓഫ് ബി. അതിനർത്ഥം എന്താ? 95/100 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ബി. കണ്ടോ? ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇൻറ്റു ബി. ഇനി അവർ ചോദിക്കുന്നത് എന്താ? ബി ഈസ് ഈക്വൽ ടു എ ഇവിടെ എത്ര ശതമാനം. അപ്പൊ എന്ത് ചെയ്യണം? 95/100 തിരിഞ്ഞു വരും. അപ്പൊ എങ്ങനെ വരും? ഇവിടെ ഈക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ 100/95 ഗുണം എ എന്നായി മാറും. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താന്ന് ചോദിച്ചാൽ ഈ 100/95 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് എന്നാ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? താ നോക്കിക്കോ. 100/95 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് എന്നറിയാൻ ഒരു 100 കൊണ്ടുകൂടി അവിടെ ഗുണിക്കണം. ഇവിടെ 100/95 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ശതമാനമാകണമെങ്കിൽ ഒരു 100 കൂടെ കൊണ്ട് ഗുണിക്കണം. തീർന്നു പരിപാടി. ഇനി ഇതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് വെട്ടി ചെറുതാക്കാൻ നോക്കേടാ. 100 95 5 കൊണ്ട് വെട്ടാം. അപ്പൊ എത്ര വരും? ഇവിടെ മുകളിൽ 20, താഴെ എത്ര വരും? 19. 20/19 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടെ 1 + 1/19. അതായത് 1 and 1/19 എന്നാണ് വരുന്നത്. എനിക്കിതിനെ എങ്ങനെ എഴുതാം? 1 + 1/19 എന്ന് എഴുതാം. എഴുതാനുള്ളൊരു എളുപ്പത്തിന്. ഇല്ലെങ്കിൽ ഞാൻ കണക്കുകൾ കൈകൊണ്ട് എഴുതി ഗുണിക്കേണ്ടിയൊക്കെ വരും. ഇനി ഇവിടെ ഒരു ഇൻറ്റു 100 ഉണ്ട്. ആ പരിപാടി അങ്ങ് ഒഴിവാക്കാനുള്ള വഴിയാണ്. 100 അകത്തേക്ക് പോയാൽ 100 × 1 100 പ്ലസ് 100/19. 100-നകത്ത് 19 എത്ര തവണ അടങ്ങും എന്ന് ചോദിച്ചാൽ അതാ ഈ 95ന്റെ കഥ നമ്മൾ പറഞ്ഞതാ. 19 × 5 95. അതായത് 5 തവണ 100-നകത്ത് അടങ്ങും 19. അവശേഷിക്കുന്നത് ഒരു 5 ഉണ്ടാകും. എങ്കിലേ 100-ലോട്ട് എത്തിക്കാൻ പറ്റും. /19. 100ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ തന്നെ നമുക്ക് 105 വരുന്നുണ്ട്. ബാക്കി ചില്ലറയായ 5/19 കൂടെ കൂട്ടിയ 105/19. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ? ഞാൻ ഈ ചെയ്തു പോയ രീതി ഒന്ന് മനസ്സിലാക്കണം. സ്റ്റെപ്പുകളെല്ലാം ഒന്നും ഞാൻ ഈ എഴുതിയത് കണക്കുപോലെ എഴുതരുത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു സംവിധാനം പറഞ്ഞത് കേട്ടോ. എങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിനകത്തോട്ട് പോകാം. മക്കളെ, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏതാടാ ടോപ്പിക്? പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് നിന്ന് വന്നിട്ടുള്ള ഈ ചോദ്യം ഈ പെർസെൻറ്റേജുമായിട്ട് കണക്ട് ചെയ്താ വന്നിട്ടുള്ളത്. ഇവിടെ എന്താ അവർ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മക്കളെ, നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് പഠിച്ചേ പറ്റും. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയെന്ന് പറയും. എല്ലായ്പ്പോഴും ഒരു വസ്തുവിന്റെ കോസ്റ്റ് പ്രൈസ് 100% ആക്കി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ. എന്താ ഞാൻ പറഞ്ഞത്? കോസ്റ്റ് പ്രൈസ് ഇസ് കൺസിഡേർഡ് ടു ബി 100% ഓൾവേസ്. ഇനി ഒന്ന് മനസ്സിലാക്കേ. ഒരു സാധനം വാങ്ങി ആ സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയോ ആണ്. ആ കോസ്റ്റ് പ്രൈസ് ആകുന്ന വിലയുടെ 25% കൂട്ടിയുള്ള വിലയാണ് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ള, അതായത് ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ള വിലയെന്ന് പറയുന്നത്. എങ്കിൽ ലാഭവും നഷ്ടവും ഇല്ലാതിരിക്കാൻ, നോ പ്രോഫിറ്റ് നോ ലോസ്, ലാഭവും പാടില്ല നഷ്ടവും പാടില്ല എന്ന രീതിയിൽ അവിടെ വിൽക്കണമെങ്കിൽ ആ മാർക്കറ്റ് പ്രൈസിന്റെ എത്ര ശതമാനം വില കുറച്ച് വേണം ഞാൻ അവിടെ വിൽക്കാൻ? ഓക്കെ ആണോ എന്നാ ചോദിക്കുന്നത്. വളരെ നിസ്സാരമായ കാര്യം. മക്കളെ, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100. ഇതിനെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞു തരാം കേട്ടോ. കോസ്റ്റ് പ്രൈസ് 100. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതായ ആ 100 രൂപയുടെ 25% എന്ന് പറഞ്ഞാൽ എത്ര വരും? 100ന്റെ 25% 25. ആ 25 കൂടെ കൂട്ടിയാൽ എത്രയാണ് വരിക? 125. അതായത് ഉദ്ദേശിക്കുന്ന എത്രയേ ഉള്ളൂ, 100 രൂപ മൂല്യമുള്ള വസ്തു നിലവിൽ ഇപ്പോൾ 125 രൂപ എന്ന രീതിയിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ശരിയാണോ? ഇനി നമുക്ക് അടുത്തൊരു കാര്യം എന്താ? ഇവയ്ക്കിടയിലുള്ള ഡിഫറൻസ് എന്താണ്? അതായിരിക്കും പ്രോഫിറ്റ്. 100 125 ഇടയിലുള്ള വ്യത്യാസം എത്രയാ? 25. ഇനി എന്താണ് അവർ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ 25 എന്ന് പറയുന്നത് 125ന്റെ എത്ര ശതമാനമാണ്? ഇതാണ് ചോദ്യം. അത്രയും ശതമാനം കുറച്ചാൽ ലാഭവും പാടില്ല നഷ്ടവും പാടില്ല എന്ന രീതിയിൽ നമുക്ക് ആ വസ്തുവിനെ വിൽക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കാര്യം.
ഇനി 25 125ന്റെ എത്ര ശതമാനമാണെന്ന് എങ്ങനെ അറിയുന്നത്? 25 ഡിവൈഡഡ് ബൈ 125 ശതമാനമാക്കാൻ ഗുണം 100. എത്ര ശതമാനം വരും? വെട്ടി ചെറുതാക്കട. 25 കൊണ്ട് മുകളിലും താഴെയും വെട്ടാം. അപ്പൊ മുകളിൽ 1 വരും, താഴെ എത്ര വരും ഇവിടെ? 5 വരും. 5 100 വെട്ടുമ്പോൾ എത്ര വരും ഇവിടെ? 20%. അപ്പോൾ ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 20%. കണ്ടോ കണ്ടോ? അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഇത്രയേ ഉള്ളൂ. നിലവിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ ഇത്രയും കാര്യങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ല, ഇത്രയും കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് പ്രൈസിന്റെ എത്ര ശതമാനം ആണ് അവിടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് നമ്മൾ ശതമാനം വെച്ച് കണക്കൂട്ടി വെക്കുക. എത്രയാണ് അവിടുത്തെ പ്രോഫിറ്റ് എന്ന് നോക്കുക. പ്രോഫിറ്റ് 25%. അത് 100ൽ കണക്കൂട്ടുമ്പോൾ 25 അങ്ങ് പറയാം. ഇനി 100ൽ കണക്കൂട്ടുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ആരാ? കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അതിന്റെ ഒരു 25% കൂടിയ തുകയായിരിക്കും. പ്രോഫിറ്റ് കൂടെ ചേർത്ത് വേണം പറയാൻ. അപ്പൊ എത്ര വരും? താണ്ട 25 പ്രോഫിറ്റ്, മാർക്കറ്റ് പ്രൈസ് 125. കണ്ടോ? ഗുണം 100. അല്ലെ, പ്രാക്ടീസ് മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം ചെയ്യാനുള്ള വഴികൾ തുറന്നു തരത്തുള്ളൂ. കണ്ടോ? 20%. ഓപ്ഷൻ ബി. ഇതാണ് ഇതിന്റെ ആൻസർ. കണ്ടോ? ഒറ്റ സ്റ്റെപ്പിൽ ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യവും നമ്മുടെ ടൈം ആൻഡ് വർക്കിനകത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഏതാണ് ഭാഗം? ടൈം ആൻഡ് വർക്ക്. മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഈ ഒരു ചോദ്യം. ഓൾട്ടർനേറ്റ് വർക്ക് ബേസ് ചെയ്യുന്ന ഒരു ചോദ്യമായത്. അപ്പോൾ ഏതാടാ കണ്ടന്റ്? ഓൾട്ടർനേറ്റ് വർക്ക്. ഇവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചോദ്യം എന്താണെന്ന് ഞാൻ സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മക്കളെ, എ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ 25 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും. ബി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്ക് 30 ദിവസം വേണം ആ മുഴുവനായ ജോലിയും ചെയ്തു തീർക്കാൻ. എങ്കിൽ അവര് എന്ത് ചെയ്തു? അവിടെ പണി സ്റ്റാർട്ട് ചെയ്തു. ആദ്യം അവര് ഓൾട്ടർനേറ്റ് ബേസിസിലാണ് വർക്ക് ചെയ്തത്. അതായത് ആദ്യം എ പണിയെടുക്കും, അത് കഴിഞ്ഞ് ബി പണിയെടുക്കും, അത് കഴിഞ്ഞ് എ പണിയെടുക്കും, അത് കഴിഞ്ഞ് ബി പണിയെടുക്കും, അത് കഴിഞ്ഞ് എ പണിയെടുക്കും. അപ്പൊ തന്നെ 5 ദിവസമായി. ഈ 5 ദിവസം വരെയും ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സെറ്റപ്പിൽ കാര്യങ്ങൾ പോയി. അത് കഴിഞ്ഞ് എ അവിടുന്ന് മടങ്ങിപ്പോയി. എങ്കിൽ ഇനി അവശേഷിക്കുന്ന ജോലി ബി എന്ന് പറയുന്ന ആൾക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര ദിവസം വേണം? ഇതാണ് ചോദിക്കുന്നത്. വളരെ നിസ്സാരമാണ് ഇത് ചെയ്യാൻ. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെ ഏത് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുന്നു? LCM മെത്തേഡ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. മക്കളെ, LCM മെത്തേഡാണ് ഉള്ളതിലെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ ടൈം ആൻഡ് വർക്ക് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് LCM മെത്തേഡാണ്. അപ്പോൾ LCM മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യണമെങ്കിൽ 25 30 ഉണ്ട്. ആദ്യം ഇവന്റെ LCM കണ്ടുപിടിക്കണം. LCM എത്രയാ വരിക? 150. എത്രയാ വരുന്നത്? 25 30. LCM എത്ര വരും? 150. ഈ 150നെ നമ്മൾ 150 യൂണിറ്റ്സ് എന്നായിരിക്കും പറയുക. ഈ 150 എന്ന് പറയുന്നത് ടോട്ടൽ വർക്കാണ്. കേട്ടോ? ആരാടാ? 150 എന്ന് പറയുന്നത് ആരാണ്? ടോട്ടൽ വർക്കാണ്. ഇത് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ടോട്ടൽ വർക്കാണ്. ശരിയാണോ? ഇനി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇവിടെ ആദ്യമേ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി നമ്മൾ എഴുതുന്നത് ഇവിടെയും ഇവിടെയും ഒക്കെ ആയിട്ടാണ്. ആരോയുടെ മുകളിലാണ്? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസം കൊണ്ട് എക്ക് എത്ര ജോലി ചെയ്യാൻ പറ്റും, ഒരു ദിവസം കൊണ്ട് ബിക്ക് എത്ര ജോലി ചെയ്യാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. 150 ഡിവൈഡഡ് ബൈ 25 എന്ന് ചെയ്താൽ എയുടെ എഫിഷ്യൻസി കിട്ടും. 150 ഡിവൈഡഡ് ബൈ 25 എത്ര വരും? 6. കണ്ടോ? അതായത് ഒരു ദിവസം എ 6 യൂണിറ്റ് ജോലികൾ ചെയ്യും. 150 യൂണിറ്റുകൾ ഇവിടെ ഉണ്ട് മൊത്തമായിട്ട്. 25 ദിവസം കൊണ്ട് തീരണമെങ്കിൽ ഒരു ദിവസം എ 6 യൂണിറ്റ് ജോലികൾ വെച്ച് തീർക്കേണ്ടി വരും എന്നാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ ബിയുടെ എഫിഷ്യൻസി എത്ര എന്ന് മനസ്സിൽ പറ. 150 ഡിവൈഡഡ് ബൈ 30 എത്ര വരും ഇവിടെ? 5 എന്ന് വരും. അതിനർത്ഥം എക്ക് ഒരു ദിവസം 6 ജോലിയും ബിക്ക് ഒരു ദിവസം 5 ജോലിയും വെച്ച് പറ്റും. ഇനി ഓൾട്ടർനേറ്റ് ഡേയ്സിന്റെ കോൺസെപ്റ്റ് പറ. അവിടെ എ ബി എ ഇങ്ങനെ 5 ദിവസങ്ങളിലായിട്ടാണ് ആ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആണോ? അല്ല, വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. 5 ദിവസങ്ങളിൽ അവർ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എടാ, എക്ക് 6 ജോലി പറ്റും. രണ്ടാമത്തെ ദിവസം ബി ആ വരുന്നത്. ആദ്യം എ തുടങ്ങും, പിന്നെ രണ്ടാമത്തെ ദിവസം ബി. ബി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 5. എ ഒരു ദിവസം 6, ബി ഒരു ദിവസം 5, എ ഒരു ദിവസം 6 എന്ന രീതിയിൽ മൊത്തം ഇപ്പൊ എത്ര ജോലികൾ തീർന്നു എന്നൊക്കെ. 6 + 5 + 6 + 5 + 6 നോക്കടാ, എത്ര യൂണിറ്റ് ജോലി തീർന്നു? 6 5 11, 11 11 22, 6 28. മൊത്തം എത്ര യൂണിറ്റ്സ് തീർന്നു? 28 യൂണിറ്റ്സ് വർക്ക് തീർന്നു. അതായത് മൊത്തത്തിൽ 28 യൂണിറ്റ് ജോലി 150ൽ നിന്ന് 28 യൂണിറ്റ് ജോലി ചെയ്തു കഴിഞ്ഞു. ഇനി അവിടെ അവശേഷിക്കുന്നത് എത്രയുണ്ടെന്നറിയാൻ ഈ 150 യൂണിറ്റിനകത്ത് നിന്ന് 28 കുറച്ചാൽ മതി. എത്ര വരും? 122 യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ ആണോ? നിലവിൽ അപ്പോ ഓൾട്ടർനേറ്റ് ഡേയ്സ് കോൺസെപ്റ്റ് പ്രകാരം 122 യൂണിറ്റ്സ്
എന്തുണ്ട്, 28 യൂണിറ്റ് തീർന്നപ്പോൾ ബാക്കി വന്നിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് ഡേയിൽ 28 യൂണിറ്റ് തീർന്നു. ഇനി 5 ദിവസം കൊണ്ട് അത് തീർത്തു. ഇനി ബാക്കി 122. ഇനി പറ, ഈ 122 എന്ന് പറയുന്നത് ബി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാ ചോദിക്കുന്നത്. ബിയുടെ എഫിഷ്യൻസി എത്രയാണെന്ന് നമുക്കറിയാം, 5. അതായത് ഒരു ദിവസം 5 ജോലി വെച്ചിട്ട് ബിക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുള്ളൂ. എഫിഷ്യൻസി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റാ. ഇവിടെ നമ്മൾ എന്താ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്? അവൈലബിൾ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തിനെ തരും? നമ്പർ ഓഫ് ഡേയ്സ്. ശരിയാണോ? ഓക്കെ ആണോ? അവൈലബിൾ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ ഇവിടെ എന്താ അവൈലബിൾ വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എത്ര ജോലി പെൻഡിങ് ഉണ്ട്? 122 യൂണിറ്റ്സ്. 122. എത്ര വർക്കാണ് ഒരു ദിവസം കൊണ്ട് ബിക്ക് ചെയ്യാൻ പറ്റുന്നത്? 5. ദാണ്ടെ ആ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മുടെ ആൻസർ എത്ര വരും ഇവിടെ? നോക്കിക്കോ. ഇവിടെ 12 ആണ്. അപ്പൊ എത്ര വന്നു? 5 2 വരും. ശരിയാണോ? 5 2 10. ബാലൻസ് 22 ഉണ്ട്. 5 4. ബാലൻസ് 2 ഉണ്ട്. എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്തേ? 5 കൊണ്ട്. സോ 24 ആൻഡ് 2/5 ഡേയ്സ് എടുക്കും ബിക്ക് അവശേഷിക്കുന്ന 122 യൂണിറ്റ്സ് ഓഫ് ജോലി തീർക്കാൻ വേണ്ടി. ഒന്നുകൂടെ പറയാം. എ എന്ന് പറയുന്ന ആൾക്ക് 25 ദിവസം കൊണ്ടാണ്, ബി എന്ന് പറയുന്ന ആൾക്ക് 30 ദിവസം കൊണ്ടാണ് ഒരു ജോലി തീർക്കാൻ പറ്റുന്നത്. എങ്കിൽ ഇവന്മാരുടെ എന്തെടുക്കുക? LCM എടുക്കുക. 150 യൂണിറ്റ്സ് എന്ന് വരും. അപ്പോൾ അത് ടോട്ടൽ വർക്കാണ്. 150 യൂണിറ്റുകളുണ്ട് മൊത്തം ജോലി എങ്കിൽ 25 ദിവസം കൊണ്ട് എക്ക് ആ ജോലി തീർക്കാൻ ഒരു ദിവസം എത്ര ജോലികൾ ചെയ്യണം? 6 ജോലി ചെയ്യണം. ബി എത്ര എണ്ണം ചെയ്യണം? 5. ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ? ഓൾട്ടർനേറ്റ് ഡേയ്സ് പ്രകാരമുള്ള വർക്ക് നമ്മൾ നോക്കുക. എയുടെ എഫിഷ്യൻസിയും ബിയുടെ എഫിഷ്യൻസിയും ഒക്കെ കോൺസ്റ്റന്റ് ആണ്, മാറൂല. എ 6 ജോലി ചെയ്തു, ബി 5 ജോലി ചെയ്തു. അങ്ങനെ ഓൾട്ടർനേറ്റ് കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? എ എന്നത് നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. ഓക്കെ ആണോ? അതിന് പ്രകാരം മൊത്തം 28 യൂണിറ്റ് ജോലി തീർന്നത് നമ്മൾ എണ്ണി കൂട്ടിയെടുത്തു. അവശേഷിക്കുന്നത് 122 ആണെന്ന് 150 നിന്ന് 28 കുറച്ച് മനസ്സിലാക്കി. അവശേഷിക്കുന്നതായ ജോലി 122 ആണ്. അത് ഓരോ ദിവസവും 5 എണ്ണം വെച്ച് എത്ര ദിവസം കൊണ്ട് ബിക്ക് തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ 122/5 24 2/5 ദിവസം എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഡൗട്ടുകളില്ല എന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് മക്കളെ. അടുത്ത ചോദ്യം നോക്കാം. മക്കളെ നോക്കേടാ, ഈ ഒരു ചോദ്യം നോക്കേ. ആസ് എ പാർട്ട് ഓഫ് ഹിസ് ജേർണി എ പേഴ്സൺ ട്രാവൽസ് 120 കിലോമീറ്റർ അറ്റ് 80 km/h. ഇനി എന്താ? അതായത് 120 കിലോമീറ്റർ ഒരാൾ 80 കിലോമീറ്റർ വേഗതയിൽ പോയി. 100 കിലോമീറ്റർ ഒരാൾ 40 km/h വേഗതയിൽ പോയി. ഇനി വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ നിലവിൽ 100 കഴിഞ്ഞ് ഒരു 120 കഴിഞ്ഞാണ് വന്നിട്ടുള്ളത്. മൊത്തം കൂടെ അപ്പം എത്ര ആയിട്ടുണ്ട്? മൊത്തം 220 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഈ 220 കിലോമീറ്ററും തിരിച്ചുപോയി. ഓക്കെ ആണോ? ആ തിരിച്ചുപോയ വേഗത 75 എങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക. അപ്രോക്സിമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. എളുപ്പമാണ് ചെയ്യാൻ, പക്ഷെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് എന്ത്? ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ. ഇത് മനസ്സിലാക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. പരീക്ഷയ്ക്ക് പല തവണയായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഈ ചോദ്യത്തിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറയാം. ആദ്യം ഒരു 120 ഉണ്ട്, പിന്നെ ഒരു 100 ഉണ്ട്, പിന്നെ എത്ര ഉണ്ട്? ഒരു 220 തിരിച്ചു പോകുന്നുണ്ട്. മൊത്തം കൂടെ കൂട്ടുമ്പോൾ 440 കിലോമീറ്റർ വരുന്നുണ്ട്. ടോട്ടൽ ടൈമാണ് പ്രശ്നം. ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ടൈമിന്റെ ഇക്വേഷൻ എന്താ? നമുക്കറിയാം. എന്താ ടൈമിന്റെ ഇക്വേഷൻ? ടൈമിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അല്ലേ? ഇനി എന്താ കാര്യങ്ങൾ പറ. ആദ്യത്തെ 120 കിലോമീറ്റർ പോകുന്നത് എത്ര? 80-ലാണ്. ഒന്ന് വെട്ടി ചെറുതാക്കേടാ. ഇത് എത്ര വരും? 0 0 വെട്ടി. ഇനി എത്ര? 4 കൊണ്ട് മുകളിലും താഴെയും വെട്ടുമ്പോൾ ഇത് 3/2 എന്ന് വരും. മക്കളെ 3/2 എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? 1.5. 3ന്റെ പകുതി എത്രയാ? 1.5. കണ്ടോ? ഇനി രണ്ടാമത്തെ കണ്ടീഷന്റെ സമയം 100 കിലോമീറ്റർ 40 km/h വേഗതയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയം കണ്ടുപിടിക്കാൻ 100 ഡിവൈഡഡ് ബൈ 40 എന്ന് ചെയ്യണം. 0 0 വെട്ടി 10/4 എത്രയാ? ഒറ്റയടിക്ക് പറയാം 2.5. കണ്ടോ? ഇനി അടുത്തത് എന്താ ഉള്ളത്? അടുത്ത ആള് എന്ന് പറയുന്നത് അവിടെ ആരാ ഉള്ളത്? 220 കിലോമീറ്ററും തിരിച്ചുപോയി. എത്രയാ? 75 km/h വേഗതയിൽ. വെട്ടി ചെറുതാക്കാൻ പറ്റുമോ നോക്കെ? പറ്റും. 5 കൊണ്ട് മുകളിലും താഴെയും വെട്ടാം. 5 കൊണ്ട് താഴെ വെട്ടിയാൽ 15, മുകളിൽ വെട്ടുമ്പോൾ എത്ര വരൂടാ? 44.
44 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുമ്പോൾ നമുക്ക് 2 പോയിന്റ് ചില്ലറയെന്ന് വരും. അതിനെ ചോദ്യത്തിൽ അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ചുരുക്കി എത്രയാക്കി എഴുതാം? ഒരു 3 ആക്കി എഴുതാം. അതായത് 44നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള കോഷ്യന്റ് 3 ആക്കി അപ്രോക്സിമേറ്റ് ചെയ്യും. ഇനി പറ ടോട്ടൽ ടൈം എത്ര? 1.5 പ്ലസ് 2.5 പ്ലസ് 3. 1.5യും 2.5യും കൂടെ എത്ര വരും? 1.5യും 2.5യും കൂടെ 4. 4ന്റെ കൂടെ 3 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 7. കണ്ടോ, 440 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 7 എന്ന് കണക്കൂട്ട്. എങ്കിൽ ഓക്കെ ആണോ? ഹവേഴ്സ് ആണ്, 7 മണിക്കൂർ എന്നാണ്. എങ്കിൽ 440/7 എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്രോക്സിമേറ്റഡ് വാല്യൂ എത്ര വരും? 63 പോയിന്റ് ചില്ലറയെന്ന് വരും. കൂട്ടത്തി 63ൽ തുടങ്ങുന്ന ഒരാളെ ഉള്ളൂ, ഓപ്ഷൻ എ. അതുകൊണ്ട് അതാണ് ഇതിന്റെ ശരിയായ ഉത്തരം. ഈ രീതിയിൽ മനസ്സിലാക്കണം. വളരെ സാവധാനത്തിലാണ് പറഞ്ഞത്, പക്ഷെ ഇതാണ് ശരിയായ രീതി, ഏറ്റവും എളുപ്പമുള്ള രീതി. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോകാം. അടുത്ത ചോദ്യം, ഇത് നമ്മുടെ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഭാഗത്തിൽ ഒരു ഈക്വൽ വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രകാരമുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം പഠിക്കണമെങ്കിൽ ഇതാ ഈ ഒരു ഇക്വേഷൻ ഓർത്തു വെക്കണം. M1D1T1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2D2T2 ദ ഹോൾ ഡിവൈഡഡ് ബൈ W2. ഇതാണ് കണ്ടീഷൻ. മക്കളെ, ഇവിടെ എം എന്ന് പറയുന്നത് പേഴ്സൺസിന്റെ എണ്ണം കാണിക്കാനുള്ളതാണ്. ഡി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ടി എന്ന് പറഞ്ഞാൽ ടൈം ഇൻ ഹവേഴ്സ്. ചില ചോദ്യങ്ങളിൽ ടൈം തരില്ല, അപ്പോൾ ടൈം ഇല്ലെങ്കിൽ ഇല്ല എന്നേ ഉള്ളൂ, പരിഗണിക്കണ്ട. അപ്പൊ M1D1/W1 ഈക്വൽ ടു M2D2/W2. ഇത്രയേ ഉള്ളൂ. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? വർക്ക്. ടോട്ടൽ വർക്കിന്റെ എണ്ണമാണ് ഈ കണ്ടീഷൻ. ഓക്കെ ആണോ? വർക്കിന്റെ എണ്ണമാണ് ഈ ഒരു സാധനം. ഓക്കെ ആണോ? ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ ചോദ്യത്തിനകത്ത് ഇത്രയും മാത്രമേ എഴുതിയോളൂ എന്ന് വിചാരിക്കാം. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എടുത്തു, M1D1T1. മക്കളെ, ഇത് ആർക്ക് ഈക്വൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ വർക്കിന് ഈക്വൽ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ വർക്കിന് ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ ഇന്ന് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യം ചെയ്ത ചോദ്യത്തിനകത്ത് LCM മെത്തേഡ് പ്രകാരമുള്ള ടോട്ടൽ വർക്ക് എന്ന് പറയുന്ന ഒരാളെ പറഞ്ഞില്ലേ, അയാളാണ് ശരിക്കും പറഞ്ഞ് ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി ഈ ചോദ്യം ചെയ്യാൻ. ഇനി എന്താ ഈ ചോദ്യത്തിന്റെ രീതി നോക്കേ. ഇവിടെ 8 മെന്നുണ്ട്. അവർ 45 ദിവസം കൊണ്ടാണ് 8 പേരും കൂടെ ചേർന്ന ജോലി തീർത്തത്. 8 വിമൻ ആണെങ്കിൽ അത് 18 ദിവസം കൊണ്ട് 8 പേരോടെ ചേർന്ന ജോലി ചെയ്ത് തീർക്കും. എങ്കിൽ 5 മെന്നും 8 വുമണും ഉണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും എന്നാണ് ചോദിക്കുന്നത്. വളരെ നിസ്സാരമായിട്ട് പറയാം. എന്താണെന്ന് നോക്കേ മക്കളെ, ഇവിടെ എഫിഷ്യൻസി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും മെന്നിന്റെ എഫിഷ്യൻസിയെ ഞാൻ എം വെച്ചും വിമനിന്റെ എഫിഷ്യൻസിയെ W വെച്ചുമാണ് ഞാൻ കണക്കൂട്ടുന്നത്. കാര്യം ചോദ്യത്തിൽ എഫിഷ്യൻസി എത്രയാണെന്ന് പറയുന്നില്ല. ഇത് കണ്ടുപിടിച്ചാലേ നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാൻ പറ്റൂ എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടോട്ടൽ വർക്കിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. എന്താ ടോട്ടൽ വർക്കിന്റെ ഇക്വേഷൻ? M1D1T1. ഇവിടെ M1 ആരാ? 8 മെന്ന്. ഒരാളുടെ എഫിഷ്യൻസി എം, അങ്ങനെയുള്ള 8 പേരുണ്ട്. സോ ടോട്ടൽ എന്താ? ഒരു ദിവസം എഫിഷ്യൻസി 8 പേർ കൂടെ ചേർത്ത് 8 ആണ് എഫിഷ്യൻസി. കണ്ടോടാ? ഇനി അവർ എത്ര ദിവസം കൊണ്ടാ? കണ്ടോ, എമ്മിന്റെ വാല്യൂ കണ്ടോ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ M1D1T1 എന്ന് പറഞ്ഞില്ല, അതിലെ M1ന്റെ വാല്യൂ ആണ് എഴുതിയേക്കുന്നത്. ഇൻറ്റു അവിടെ T1 തന്നിട്ടില്ല. D1 എത്രയെന്നാ പറഞ്ഞേക്കുന്നത്? 45 ഈക്വൽ ടു. ഇനി M2D2T2 വേണം. ആര് വേണം? M2D2T2 വേണം. M2 ആരാ? അവിടെ 8 വിമൻ ഉണ്ട്. അപ്പം എന്താ, ഒരു വിമന്റെ എഫിഷ്യൻസി W ആണെങ്കിൽ 8 വിമൻ ആകുമ്പോൾ 8W ഇൻറ്റു എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 18 ദിവസം കൊണ്ട്. നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കണം? M ഡിവൈഡഡ് ബൈ W കണ്ടുപിടിക്കണം. മക്കളെ, M ഡിവൈഡഡ് ബൈ W എങ്ങനെ? 8 അപ്പുറം ഇപ്പുറം ഒരുപോലെ ഉണ്ട്, വെട്ടിപ്പോവും. 9 കൊണ്ട് 45നെയും 18നെയും അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളെ വെട്ടടാ. ഇവിടെ 5 വരും, ഇവിടെ എത്ര വരും? ഇവിടെ 2. അതുകൊണ്ട് M ഡിവൈഡഡ് ബൈ Wന്റെ വില 2/5 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? M ഡിവൈഡഡ് ബൈ Wന്റെ വില എത്ര വരും? 2/5. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, എമ്മിന് പകരം എനിക്ക് 2 കൊടുക്കാം, W പകരം എനിക്ക് 5 കൊടുക്കാം. ഈ ഒരു കോൺസെപ്റ്റ് തലയിലേക്ക് ഒന്ന് പതിപ്പിക്കണം. M/W ഈക്വൽ ടു 2/5 ആണെങ്കിൽ എമ്മിന് പകരം എനിക്ക് ഇനി 2 കൊടുക്കാം, W പകരം എനിക്ക് 5 കൊടുക്കാം. എങ്കിൽ ഏറ്റവും ആദ്യം ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ടോട്ടൽ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മക്കളെ, ടോട്ടൽ വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തെ സൈഡ് അല്ലെങ്കിൽ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തെ സൈഡ്, ഏതെങ്കിലും ഒരു വശത്ത് എമ്മിനും W കൃത്യമായി വില കണ്ടുപിടിച്ച് അത് എത്ര മൂല്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് എമ്മിന് മാത്രം വില കൊടുത്താൽ അത് തൽക്കാലത്തേക്ക്, എന്നിട്ട് ടോട്ടൽ വർക്ക് എത്രയും കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതാ എഴുതുക ടോട്ടൽ വർക്ക്. സ്റ്റെപ്പുകൾ എഴുതുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ, ഇങ്ങനെ ഒന്നും എഴുതണമെന്നില്ല. കാര്യം മനസ്സിലായാൽ പടപടാന്ന് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ
8 ഗുണം എമ്മിന്റെ മൂല്യം 2 ഗുണം 45. ഇതാണ് ടോട്ടൽ വർക്ക്. ഗുണിച്ച് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇത് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആവശ്യം എഴുതണമെന്നൊന്നുമില്ല. എന്താ ഇനി ചോദ്യം പറയുന്നത് എന്താ? 5, 8 കണ്ടോ. അപ്പം എത്ര മെന്ന വേണ്ടേ? 5 മെന്ന് വേണം. അപ്പൊ ഒരാളുടെ എഫിഷ്യൻസി എം ആണ്, 5 പേർക്ക് 5 എം പ്ലസ് 8 വിമൻ വേണം. കണ്ടോ, 8 വിമനിന്റെ ഒരാളുടെ എഫിഷ്യൻസി ഡബ്ല്യു ആണ്, 8 പേർക്ക് 8 ഡബ്ല്യു, 2 പേരും കൂടെ ചേർന്ന് അപ്പൊ 5 എം പ്ലസ് 8 ഡബ്ല്യു എത്ര ദിവസം കൊണ്ട് തീർക്കും? കണ്ടോ, മൊത്തം പേര് എത്ര ദിവസം കൊണ്ട്, അപ്പൊ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് മാറുന്നില്ല. കണ്ടീഷൻ ഏതോ വന്നോട്ടെ, ടോട്ടൽ വർക്ക് മാറുന്നില്ല. ടോട്ടൽ വർക്ക് ഇവിടെ എത്രയാ? ദാണ്ടേ 8 ഗുണം 2 ഗുണം 45. വെട്ടാവുന്നത് മൊത്തം വെട്ടിക്കളഞ്ഞു. എമ്മിന് ആദ്യമേ എത്ര കൊടുക്കണം? 2. ഡബ്ല്യുവിന് എത്ര കൊടുക്കാം? 5. മക്കളെ 5 ഗുണം 2 10, 8 5 40, 40ഉം 10 എത്ര വരൂടാ? 50. കണ്ടോ, 50. 50 ഗുണം എക്സ് 50 എക്സ് സമം ഇവിടെ എത്ര ഉണ്ട്? 8 കണ്ടോ ഗുണം 2 ഗുണം എത്ര ഉണ്ട്? 45. അപ്പുറത്തും ഇപ്പുറത്തും 5 വെച്ച് വെട്ടാം. 5 വെച്ച് ഇവിടെ വെട്ടുമ്പോൾ 10 വരും. 5 കൊണ്ട് ഇവിടെ വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും? 9 വരും. ഇനി പറ, 2 കൊണ്ട് വെട്ടാം. ദാ ഇവിടെയും 2 ഉണ്ടായത് കൊണ്ട് 2 വെച്ച് വെട്ടി 5 വരും. 8 ഗുണം 9 എത്ര വരും? 72. നമുക്ക് ഇവിടുന്ന് എത്ര കിട്ടി? എക്സ് 5x ആണ്. 5 ഇപ്പുറം കൊണ്ടുവന്നാൽ മതി. അപ്പൊ 8 ഗുണം 9 എത്രയാ? 72 ഗുണം 5 താഴെ വന്നു ബൈ 5. പറഞ്ഞേടാ, 14 5 70. ബാലൻസ് 2/5 ഉണ്ട്. അപ്പോ എത്ര വരും? 14 2/5 ദിവസം കൊണ്ട് ആ ജോലി തീർക്കും. കണ്ടോ, അതായത് 5 മെന്നും 8 വിമനും കൂടെ ചേർന്ന് 14 2/5 ദിവസം കൊണ്ട് ആ ജോലി തീർക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം, എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒന്നുമില്ല, ഞാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ 8 എം എന്ന് എഴുതി, ഇവിടെ ഗുണം 45. ഇതിന് തുല്യമാകുന്ന രീതിയിലാണ് 8 വിമൻ. അതുപോലെ എത്രയുണ്ട്? അവര് 18 ദിവസം കൊണ്ട് വെട്ടുമ്പോൾ എനിക്ക് ഇവിടുന്ന് മനസ്സിലാവും എന്റെ M/W എന്ന് പറയുന്നത് 2/5 എന്നാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ചോദിക്കുന്നത് 5 മെന്നിന്റെ കാര്യമാണ്, പ്ലസ് ഇവിടെ 8 വിമനിന്റെ കാര്യമാണ്. കണ്ടോ, മൊത്തത്തിൽ അവർ എത്ര ദിവസം? എക്സ് ദിവസം. ആ എക്സിന്റെ വില കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് എത്ര? ഒന്നുമില്ല, അതാ ഇതങ്ങോട്ട് നേരെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. 8 ഗുണം 2 ഗുണം എത്രയെന്ന് എടുക്കാടാ? 45. വേണമെങ്കിൽ ഡബ്ല്യുവിന് വില കൊടുത്തിട്ട് എഴുതിയാലും കുഴപ്പമില്ല, ആൻസർ മാറൂല കേട്ടോ. അപ്പോൾ എന്ത് വരും? ഇനി അങ്ങോട്ട് വെട്ടിയാ മാത്രം മതി. എമ്മിന് 2 കൊടുക്കാം, ഡബ്ല്യുവിന് എത്ര കൊടുക്കാം? 5. അപ്പൊ തന്നെ ഇവിടെ 50x വന്നു. സമം ഇവിടെ എന്ത് ചെയ്യാം? 8 കണ്ടോ ഗുണം 2 ഗുണം 45. വെട്ടാവുന്നതൊക്കെ വെട്ടിക്കോ. ഇവിടെ നിന്ന് എക്സിന്റെ വില എത്ര എന്ന് കിട്ടും എനിക്ക്? എക്സിന്റെ വില എന്ന് പറയുന്നത് 14 2/5. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് എഴുതാനുള്ള ആ ഒരു സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തന്നെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി തന്നെ. ഡൗട്ടില്ലല്ലോ? ഡൗട്ടില്ലല്ലോ? അടുത്ത ചോദ്യം നോക്കേടാ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താ ചോദ്യം? 6/25 പ്ലസ് 6/26 പ്ലസ് 6/27 പ്ലസ് 6/28. മക്കളെ ഒന്നുമില്ല, എങ്ങനെ ഇതിന്റെ വില കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു എന്തു വരും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ചോദ്യം ഒന്ന് ഫില്ല് ചെയ്യുക, കാര്യം എന്നാലേ ഓപ്ഷൻ സെറ്റ് ആവും. ഈസ് ഈക്വൽ ടു എന്താണ്? 6/25 ഇൻറ്റു ഡാഷ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ചോദിക്കാന്നറിയോ? ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഈസ് അല്ലെ വേണ്ട, ഈസ് ഡിവിസിബിൾ ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് താഴെ തന്നിരിക്കുന്നതിൽ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഇവനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ഇതിന്റെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് വഴിയെന്ന് ശ്രദ്ധിച്ചോ. ആദ്യമേ ഒരു 6/25 കോമൺ എടുക്കുക. അപ്പോ 6/25 കോമൺ വന്ന സ്ഥിതിക്ക് ഇനി ഇവിടെ ആരുമില്ല, 1 ഉള്ളൂ. പ്ലസ് ഇവിടെ 25 എണ്ണവും പുറത്തിറങ്ങി, ഇനി അവിടെ ഒരാളേ ഉള്ളൂ. അപ്പൊ 6/1 പ്ലസ് ഇവിടെ 25 എണ്ണം പോയി, ഇനി അവിടെ ബാലൻസ് 2 എണ്ണം ഉണ്ട്. അപ്പൊ 6/2 പ്ലസ് ഇവിടെ 25 എണ്ണം പോയി, ബാലൻസ് 3 എണ്ണം അവിടെ ഉണ്ട്. അപ്പൊ 6/3. കണ്ടോ, ഇവിടെ ഇനി എന്തുണ്ട്? 6/25 ഇൻറ്റു 1 പ്ലസ് അകത്ത് 6/1 6. 6ന്റെ സ്ക്വയർ എത്ര? 36 പ്ലസ് 6ന്റെ ക്യൂബ് എത്ര? 216. മക്കളെ ഇത് ഇത്രയും കൂടെ ഒന്ന് കൂട്ടെ. 6/25 ഇൻറ്റു 259 ഇങ്ങനെ വരും. ശരി, ഇനി ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി എന്താ? ഈസ് ഡിവിസിബിൾ ബൈ എന്ന് ചോദിച്ചാൽ, ഡിവിസിബിൾ ബൈ എന്ന് ചോദിച്ചാലോ
ഇനി പറ ആര് വരൂടാ? 6 റേസ്റ്റ് 25 കൂട്ടത്തിൽ ഒന്നിലും തന്നിട്ടില്ല. ഇവിടെ 256, 54, 55, 59 എന്നൊക്കെ വന്നേക്കുന്നത്. കാണുമ്പോൾ തന്നെ പറയാം എന്താ 259 വന്നിട്ടുണ്ട്. അപ്പൊ ഡിവിസിബിൾ ആണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും 259 അവിടെ ഉണ്ടെന്ന്. കണ്ടോടാ, ആൻസർ കണ്ണി കണ്ടോ? എടാ, അപ്പൊ ഈ ഒരു ചോദ്യം പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. മക്കളെ, അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോകാം. അടുത്തത് എന്താന്ന് ചോദിച്ചാൽ, 2 കോൺസെൻട്രിക് സർക്കിൾസ് ആർ ഓഫ് റേഡിയായി 10 ആൻഡ് 6. 2 പേരുണ്ട്. ആദ്യത്തെ ആളിന്റെ റേഡിയായി എന്ന് പറയുന്നത് 10, അടുത്ത ആളിൻ്റെത് 6. എങ്കിൽ ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ദ ലാർജർ സർക്കിൾ വിച്ച് ടച്ചസ് ദി സ്മോളർ സർക്കിൾ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയാലോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. എടാ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NCERTക്ക് അകത്തുള്ളൊരു പ്രോബ്ലം ആണ് കേട്ടോ. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. എടാ, 2 സർക്കിളുകളുണ്ട്. താണ്ടേ ഒരു സർക്കിൾ ഇതാ. ഇതിന്റെ ഉള്ളിലാണ് രണ്ടാമത്തെ സർക്കിൾ ഇരിക്കുന്നത്. അതായത് അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയും. അതായത് ഒന്നിനകത്താണ് മറ്റേ ആള് നിൽക്കുന്നത്. താണ്ടെ നോക്കിക്കോണേ, താണ്ടെ ഒന്നിനകത്താണ് മറ്റേ ആള് നിൽക്കുന്നത്. സെറ്റാണേ. ഇനി പറയുക, ആദ്യത്തെ ആളിന്റെ റേഡിയസ്, ഇത് നമ്മൾ മനസ്സിലാക്കണം ഈ ചോദ്യം തരുമ്പോൾ. ആദ്യത്തെ ആളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ വലുതും ചെറുതും എന്നുള്ള രീതിയിൽ അവർ മാർക്ക് ചെയ്ത് പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണേ. ഈ വരുന്ന വാല്യൂവിനകത്ത് ഈ ചെറിയ ആളിന്റെ റേഡിയസ് കണ്ടോ, ചെറിയ ആ ആളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാടാ? ചെറിയ ആളിന്റെ റേഡിയസ് അത് എത്രയെന്നാ പറഞ്ഞേക്കുന്നത്? 6 എന്നാണ് തന്നേക്കുന്നത്. എത്രയെന്നാ തന്നേക്കുന്നത്? 6. ഇനി വലിയ ആളിന്റെ റേഡിയസ്, അതായത് വലിയ സർക്കിൾ എന്ന് പറയുമ്പോൾ ഈ വലിയ സർക്കിൾ, ഈ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ളത്, ഇവന്റെ റേഡിയസ് എന്ന് പറയുന്നത് 10. ഇനി എത്ര? ഇനി അവരെന്താ പറയുക? ഇത് 10. ഇനി അവരെന്താ പറയുക? ഇവിടെ ഈ വരയ്ക്കുന്ന കോഡ് കണ്ടോടാ? ഇവിടെ വരച്ചതിനകത്തൊരു ചെറിയ മിസ്സിംഗ് ഉണ്ട്. ആ വരയൊന്ന് യോജിപ്പിക്കേണ്ടത് കറക്റ്റായിട്ടാണ്. ഞാനത് കറക്റ്റായിട്ട് വരയ്ക്കാവേ. നോക്കൂ, താണ്ടെ ഈ ലൈൻ ഇവിടുന്ന് ചേർത്തു, ഇവിടുന്ന് ഒരു ലൈൻ ഉണ്ട്, അതായത് ഇങ്ങോട്ട് ചേർത്തു, ഇതിങ്ങനെ കണ്ടോ? അവർ ചോദിക്കുന്നത് ഈ കോഡിന്റെ ലെങ്ത് എത്രയെന്നാ ചോദിക്കുന്നത്. സച്ച് ദാറ്റ് അവർ പറയാ ഈ കൊച്ചു സർക്കിളിന്റെ ഈ റേഡിയസ് 6ആണ്, ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 10ആണ്. ഇവിടെ എന്തായാലും നിങ്ങൾക്കറിയാം 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്, ശരിയല്ലേ? എവിടെ 90 ഡിഗ്രി? താണ്ടെ ഈ പറയുന്ന സ്ഥലം 90 ഡിഗ്രി. കാര്യം എന്താ? ഈ വരച്ചിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് ഇപ്പൊ AB എന്നൊരു കോഡില്ലേ, ആ AB എന്ന കോഡ് ഈ തന്നിരിക്കുന്ന സർക്കിളിന്റെ റേഡിയസിന് പെർപെൻഡിക്കുലർ ആകുന്ന രീതിയിലിരിക്കുന്ന ആളാ. കാര്യം എന്താ ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ തന്നിട്ടുള്ള ആ കോഡ് AB എന്ന് പറയുന്നത് ടാൻജന്റ് ഓഫ് ദ ഇന്നർ സർക്കിൾ ആണ്. ടാൻജന്റ് എപ്പോഴും റേഡിയസിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. ഇനി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. എന്ത് ചെയ്യണോടാ? പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്, ഇതാണ് തന്നിട്ടുള്ളതിലെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇനി കണ്ടുപിടിക്കേണ്ടതാണ് ഈ സൈഡ്, എന്നിട്ട് ഇതിന്റെ ഇരട്ടി എടുത്താൽ മതി. ഈ സൈഡ് കൂടെ അതിനകത്ത് അങ്ങ് ഇൻക്ലൂഡ് ആയിക്കോളും, ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം പ്രകാരം 10ന്റെ സ്ക്വയർ മൈനസ് 6ന്റെ സ്ക്വയർ, അതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ കോഡിന്റെ ലെങ്തിന്റെ പകുതി കിട്ടും, ശരിയല്ലേ? 100 മൈനസ് 36 എത്ര വരും? 64 വരും. 10ന്റെ സ്ക്വയർ 100, 6ന്റെ സ്ക്വയർ 36, 64 വരും. 64ന്റെ റൂട്ട് എത്രയാ? 8 സെന്റിമീറ്റർ. ഇതാണ് ഈ ഒരു ലെങ്ത്. ഈ ലെങ്ത്. അതുപോലെ ഇവിടം തൊട്ട് ഇവിടെ വരെ 8 എന്നാ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടം തൊട്ട് ഇവിടെ വരെ എത്ര ആയിരിക്കും? ഇതിന്റെ ഡിറ്റോ കോപ്പി ആയിരിക്കും അപ്പുറത്ത്. 8 8 16. സോ കോഡിന്റെ ലെങ്ത് എന്താണ്? കോഡ് ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരും? കോഡ് ലെങ്ത് എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ. കണ്ടോടാ? കോഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര വരും? 16 സെന്റിമീറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോഡ് എന്ന് പറയുന്നത് എത്ര വരും? കോഡ് ലെങ്ത് 16 സെന്റിമീറ്റർ. മക്കളെ, ഇനി അടുത്ത ചോദ്യം നോക്കാവേ. അടുത്തതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സൈൻ ഓഫ് A+B എന്ന് പറയുന്നത് 1 ആണ്. കോസ് ഓഫ് A മൈനസ് B 1/2 ആണ്. എങ്കിൽ എയുടെ വാല്യൂ എത്രയെന്നാ ചോദിക്കുന്നത്. മക്കളെ, ഇത് എളുപ്പം കണ്ടുപിടിക്കാവേ. എങ്ങനെയാന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്കടാ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ A+B, സൈൻ ഓഫ് A+B, ശ്രദ്ധിക്കണേ. ഇവിടെ സൈനിന്റെ മാക്സിമം വാല്യൂ ആണ് 1 എന്നറിയാം. സൈനിന്റെ മാക്സിമം വരുന്ന എപ്പോഴാ? 90 ഡിഗ്രി വരുമ്പോഴാ, ശരിയല്ലേ? സൈൻ 90 ആണ് 1. അതായത് A+Bക്ക് പകരം 90, സൈൻ 90. അതായത് എന്താ പറഞ്ഞേ? A+B 90 ആണ്. ഇനി എന്താ പറഞ്ഞ? കോസിന്റെ വില 1/2 വരുന്നത് എപ്പോഴാ?
60 ഡിഗ്രിയിലാണ് കോസിന്റെ വില 1/2 ആകുന്നത്. കോസിന്റെ ഏത് ആംഗിൾ വരുമ്പോഴാണ് 1/2 വരുന്നത്? 60 വരുമ്പോഴാണ്. ശരിയല്ലേ? അതിനർത്ഥം എന്താ? എ മൈനസ് ബി എന്ന് പറയുന്നത് 60. കണ്ടോ? ഇവിടെ നിന്ന് എയുടെ വിലയാണ് അവർ ചോദിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ രണ്ടുകൂടെ കൂട്ടടാ. എ എ രണ്ടുകൂടെ കൂട്ടുമ്പോൾ 2a വരും. പ്ലസ് ബി മൈനസ് ബി എന്തോ വരും ഇവിടെ? ബി മൈനസ് ബിയുടെ വില 0 അല്ലേ? വെട്ടിപ്പോയില്ലേ? ഇനി 9ഉം 6ഉം എത്ര വരും? 15. രണ്ടുകൂടെ കൂട്ടുമ്പോൾ 150 ആയില്ലേ? എ എന്ന് പറയുമ്പോൾ അപ്പോൾ ആരായി മാറും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 150ന്റെ പകുതിയാണ് 75 ഡിഗ്രി. ആര് വരും ഇവിടെ? 75 ഡിഗ്രി. സോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ. കണ്ടോടാ, വളരെ നിസ്സാരമായിട്ട് സോൾവ് ചെയ്ത് കിട്ടിയത് കണ്ടോ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കടാ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു ട്രെയിൻ ഉണ്ട്. ട്രെയിൻ എന്ന് പറയുന്നത് 900 മീറ്റർ ലോങ് ആണ്. അതായത് ട്രെയിനിന്റെ ലെങ്ത് ആണ് 900 മീറ്റേഴ്സ്. അവൻ പോകുന്ന വേഗത പറയുന്നുണ്ട് 108 km/h. എന്നാൽ അവർ പറയുന്നത് എന്താ? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ക്ലിയർ എ 900 മീറ്റർ ലോങ് പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി? അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിലവിൽ ഒരു ട്രെയിൻ ഉണ്ട്. ട്രെയിനിന്റെ ലെങ്ത് അവർ പറഞ്ഞു 900 മീറ്റർ. ഓക്കെ, ഈ ട്രെയിൻ എന്ന് പറയുന്നത് ദാ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോം കവർ ആകണം. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. ശരി, പ്ലാറ്റ്ഫോമിന്റെ നീളവും അവർ പറയുന്നത് 900 മീറ്റർ എന്ന് തന്നെ. ഇനി മനസ്സിലാക്കേണ്ടത് എന്താ? ദാ ഇത്രയും നീളമുള്ളതായ ട്രെയിൻ എന്ന് പറയുന്നത് ഈ 900 മീറ്റർ പ്ലാറ്റ്ഫോമിനെ കടന്നു പോവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിലവിൽ ഈ 900 മീറ്റർ എന്തായാലും ട്രെയിൻ പോയേ പറ്റൂ. ട്രെയിനിന്റെ ഏറ്റവും പിൻഭാഗവും അപ്പുറം ചെല്ലണം. അതായത് ദാ ഈ 900 എന്ന് പറയുന്നത് ദാ ഇപ്പുറം വരണം. കണ്ടോ? ട്രെയിൻ മൊത്തമായിട്ട് എവിടെ വരണമെങ്കിൽ ഇപ്പുറം വരണം. അതായത് ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോം കവർ ചെയ്യണമെങ്കിൽ ആ ട്രെയിൻ കവർ ചെയ്യപ്പെടേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ട്രെയിനിന്റെ ലെങ്തിനോടൊപ്പം ആ പ്ലാറ്റ്ഫോമിന്റെ ലെങ്തൂടെ ചേർത്താൽ എത്ര കിട്ടുമോ അതായിരിക്കും. ഓക്കെ ആണോ? അതായത് 900 + 900 ദാറ്റ് ഈസ് 1800 മീറ്റേഴ്സ് ആണ് ട്രെയിനിന് ആ പ്ലാറ്റ്ഫോം കവർ ചെയ്യാൻ വേണ്ടുന്ന ഡിസ്റ്റൻസ്. ഓക്കെ ആണോ? അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് അവിടെ നിന്ന് പിടികിട്ടി. ഇനി എന്താ വേണ്ടേ? അവിടെ സ്പീഡ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം? എത്ര സമയം എടുക്കുമെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ വളരെ സിമ്പിൾ അല്ലേ? നമുക്കറിയാമല്ലോ. എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടൈം ആയതുകൊണ്ട് ടൈം ഇസ് ഈക്വൽ ടു എന്തോ വരും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? ഡൗട്ടിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത്രയും കാര്യമുള്ളൂ. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ അല്ലേ? ഇനി ഒരു പ്രശ്നമുണ്ട്. എല്ലാത്തിന്റെ യൂണിറ്റുകൾ സെക്കൻഡുകളിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് മീറ്ററിലാണെങ്കിലും സ്പീഡ് തന്നിരിക്കുന്നത് km/h. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് കൺവേർട്ട് ചെയ്യണം. മക്കളെ, 108 km/h എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്നൊന്ന് പറഞ്ഞിടാ. എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്നൊന്ന് പറഞ്ഞിടാ. 108നെ എന്ത് ചെയ്താൽ മതി? 108നെ എന്ത് ചെയ്താൽ മതി? അവിടെ ആലോചിച്ചാൽ മതി. വളരെ വ്യക്തമായിട്ട് പറയാവുന്നതേ ഉള്ളൂ. 108നെ 5/18 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരുമായിരിക്കും? 18 എങ്ങനെ വരും? 18 6 108. ശരി, 6 × 5 30. സോ 30 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറും വേഗത. ഓക്കെ ആണോ? ഇനി എളുപ്പമാണ്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ടൈം വേണം. ടൈമിന്റെ ഇക്വേഷൻ എന്താണെന്ന് ഇതാ പറഞ്ഞു. എന്താ ടൈമിന്റെ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. എത്ര ഡിസ്റ്റൻസ് മൊത്തത്തിൽ കവർ ചെയ്യേണ്ടത്? ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് ആ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്. അപ്പൊ 1800 ഡിവൈഡഡ് ബൈ എത്രയാ? സ്പീഡ് 30. ഓക്കെ ആണോ? എങ്കിൽ പറ, എത്ര സെക്കൻഡ് കൊണ്ട് കവർ ആവും? 60 സെക്കൻഡ്സ്. എന്ത് ചെയ്താൽ മതി? 60 സെക്കൻഡ്സ്. എങ്ങനെ കണ്ടുപിടിച്ചേ? താണ്ട ഈ പറയുന്ന 0 വെട്ടി 180 ഡിവൈഡഡ് ബൈ 3 60 അല്ലേ? സോ 60 സെക്കൻഡ്സ് ആണ് ആൻസർ. നിങ്ങളെ ചോദ്യം പിടികിട്ടിയോ? ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കേടാ. അടുത്തത് ഇതാണ്. എന്താ ചോദ്യം? 7b - 1/4b = 7 ആണെങ്കിൽ 16b² + 1/49b² മൂല്യം എന്ത് വരും? ഓക്കെ, പറയട്ടെ എങ്ങനെയാ വരുന്നതെന്ന്. ഈ ഒരു ചോദ്യമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചോദ്യം ആണ് എന്ന നിലയിൽ എളുപ്പമാകേണ്ടതാണ്. പക്ഷെ ഫെമിലിയർ അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതെങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? 7b - 1/4b എന്നതിന്റെ വിലയാണ് 7.
ഇനി ഇവിടെ 16 എന്നുണ്ട്, 49 എന്നുണ്ട്. 16 ആകുമ്പോൾ ഇത് 4b ദ ഹോൾ സ്ക്വയർ, ഇവിടെ 7b ദ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. അതായത് ന്യൂമറേറ്ററിൽ ഉള്ളതായ ബിയോടൊപ്പം ഇവിടെ 4 വന്നേക്കുന്നത്, ഇവിടെ ആരാ വന്നേക്കുന്നത്, 7 വന്നേക്കുന്നത്. പക്ഷെ ഇവിടെ ന്യൂമറേറ്ററിലുള്ള ആളുടെ അടുത്ത് 4 പകരം ഇവിടെ 7 എന്നുണ്ട്, ഇവിടെ എത്ര ഉണ്ട്, 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യണം എന്നൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ വരുവാണെങ്കിൽ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തെ സൈഡിൽ 7 എന്നത് പോകണം ഈ ആദ്യത്തെ ആളിൽ, അതേസമയം 4 അവിടെ വരണം എന്ന് ചിന്തിക്കാൻ അറിയാമെങ്കിൽ 4/7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റണം. സോ എന്ത് ചെയ്യും, രണ്ട് സൈഡിലും 4/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്തോ വരും, ഇവിടെ കണ്ട നോക്കിക്കോ, 4b മൈനസ് 1/7b ഈസ് ഈക്വൽ ടു 4 എന്ന് ഇന്റർചേഞ്ച് ആവും. ഓക്കെ, ഇനി ഈ 4b എന്ന് പറയുന്ന ആ ആളിനെ തൽക്കാലം ഒരു എ എന്ന രീതിയിലും ഈ 1/7b എന്ന് പറയുന്ന ആളെ ബി ആയിട്ടും പരിഗണിച്ചാൽ നമുക്കറിയാം എന്താ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab എന്നാണോ വരുന്നത്, അല്ല, -2ab എന്നാണ് വരുന്നത് കേട്ടോ. -2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ശരി, ഇവിടെ നിന്ന് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അതായത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ കയ്യിലുള്ള വില അവിടെ, അതിൽ നിന്ന് എന്ത് ചെയ്യണം, പ്ലസ് 2ab കൂട്ടണം. ഇത്രയേ ഉള്ളൂ കാര്യം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എത്ര, ദാ അടക്കുന്നതാ, എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 4, 4ന്റെ സ്ക്വയർ എത്ര, 16 പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ ആര് വരും, 2 ഇൻറ്റു എയുടെ സ്ഥാനത്തുള്ളത് ഇവിടെ എന്താ, ബി കണ്ടോ, ദാ ഇവിടെ 7b എന്ന് ഇടാൻ നോക്കും, 7 അല്ലേ, ഇവിടുത്തെ എയുടെ വില എത്ര, 4b കണ്ടോ, എയുടെ വില 4b ഇൻറ്റു ബി എന്ന സ്ഥാനത്ത് കിടക്കുന്ന തര എ മൈനസ് ബിയുടെ സ്ഥാനത്ത് തര 1/7b, അത് അതേപോലെ അങ്ങ് കൊടുത്തേരെ. കണ്ടോ മക്കളെ, ബികൾ വെട്ടിപ്പോവും. ഇനി അവിടെ ആരുണ്ട്, 4 × 2 8, 8/7 ഉണ്ട്, 16 പ്ലസ് 8/7 എന്നോ. ഇതിന് ആൻസർ എത്ര വരും, നമുക്ക് ബട്ടർഫ്ലൈ മെത്തേഡ് പ്രകാരം നമുക്കിവിടെ LCM ഒക്കെ എടുത്ത് ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. 16 × 7 എത്രയാടാ, 16 × 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 112 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 7, 112 8 എത്ര വരും, 120. കണ്ടോ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ, തൽക്കാലം ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ മതി. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും കൃത്യമായിട്ട് ഇത് കാണണം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ കമന്റ് ആയിട്ട്.